കപ്പലണ്ടി വിറ്റ് നടന്ന സഖാക്കൾ വരെ ഇന്ന് കോടിപതികളായിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല. കപ്പലണ്ടി വിറ്റ് നടന്ന MK കണ്ണൻ കോടിപതി, AC മൊയ്തീൻ്റെ ഡീലിങ്സ് ടോപ്പ് ക്ലാസുമായി. തൃശ്ശൂരിലെ CPIM നേതാക്കൾക്കെതിരെ DYFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖ, അതായത് DYFIയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ കാര്യമാണിത്. അപ്പോൾ നമുക്ക് ആ ശബ്ദരേഖ ഒന്ന് കേട്ട് നോക്കാം. ജില്ലാ ലീഡർഷിപ്പ് പിള്ളേർക്ക് പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നം ആർക്കുണ്ടായി. അതൊക്കെ എത്താൻ കഴിഞ്ഞാൽ അവരുടെ ലെവല് മാറും, ഇവരുടെ ഇൻട്രാക്ഷൻ. അപ്പൊ നമ്മളിപ്പോ പിരിവെടുത്തപ്പോ ഞാൻ മാക്സിമം പിരിവെടുത്ത ഒരു 5,000 രൂപ, 10,000 മാക്സിമം. ജില്ല വരെ 25 പാർട്ടി കമ്മിറ്റി വരെ 75,000, 1,00,000 അപ്പൊ നമ്മുടെ എന്താണ് നമ്മള് ഇൻട്രാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി. ഈ നിലവാരത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ നമ്മൾ ജീവിക്കും. അല്ല, കേക്കാറിന് അങ്ങനത്തെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ അവരവരൊക്കെ നോക്കും, ഇവരൊക്കെ നല്ല പിടിക്കും. കണ്ണാട്ടം പോടാൻ ഒരു കിട്ടും. പൊളിറ്റിക്സും രസപ്പെട്ടാണ്. കപ്പലണ്ടി വേണം, അയാൾക്ക് കപ്പലണ്ടി കച്ചവടം തൃശ്ശൂരാണ്. ആളന്ന് കാണുന്ന അയാൾക്ക് ചുരുങ്ങിയത് കോടാണ് ഒരു ദിവസം. കണ്ണങ്ങൾക്ക് നിസ്സാര ഡീലിങ്സ് ആണ്. കണ്ണങ്ങൾക്ക് അനൂപ്, AC മൊയ്തീൻ നിസ്സാര ആൾക്കാരാണ്. ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരവരൊക്കെ. മന്ത്രി വരെയായ CPMന്റെ ഉന്നത നേതൃസ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകൾക്കെതിരെയാണ് DYFIന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. പാർട്ടിയിൽ പിരിവ് എന്ന പേരിൽ ലഭിക്കുന്നത് 1,00,000 രൂപ വരെ. കപ്പലണ്ടി വിറ്റ് നടന്ന MK കണ്ണൻ ഇന്ന് കോടിപതി. CPM നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണവുമായി DYFI ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖ പുറത്ത്. ആ ശബ്ദരേഖയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പിരിവിൻ്റെ കണക്കായിട്ട് പറയുന്നത് SFI ഏരിയ സെക്രട്ടറിക്ക് 10,000 രൂപ വരെ മാസം കിട്ടും. ജില്ലാ ഭാരവാഹിയായാൽ 25,000 മുകളിൽ. പാർട്ടി കമ്മിറ്റിയിൽ വന്നാൽ 75,000 മുതൽ 1,00,000 രൂപ വരെ. ഗുരുതര ആരോപണമുയർത്തി DYFI നേതാവ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ട വിഷയം, ഇവർക്കൊന്നും വേറൊരു ജോലിക്കും പോവണ്ട, പാർട്ടിയിൽ നിന്ന് തന്നെ ഫണ്ട് വരാണ്. ഈ പാർട്ടിക്ക് ഇതിനു മാത്രം ഫണ്ട് എവിടുന്നാണ്? പിരിവ് നടത്തിയിട്ടാണോ പാർട്ടി ഇങ്ങനെ ഈ ആളുകളെ പോറ്റി വളർത്തുന്നത്? അതും ചെറിയ പൈസ ഒന്നല്ലല്ലോ, കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. കോടിപതി എന്ന് പറയുമ്പോൾ അയാൾ, ഈ കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി കപ്പലണ്ടി വിറ്റ് നടന്ന വ്യക്തിയാണ് പോലും. അതുപോലെ AC മൊയ്തീന് മന്ത്രിയാണ്, പക്ഷെ അവർക്കൊക്കെ ഒരു ശമ്പളം ഉണ്ടാവും, അതല്ലാതെ അദ്ദേഹത്തിന് വേറെ തൊഴിലോ കൂലിയോ ഒന്നുമില്ല. അപ്പം അങ്ങനത്തെ വ്യക്തിക്കൊക്കെ ഇത്രമാത്രം ഫണ്ട് കിട്ടുന്നു, അത് എങ്ങനെ കിട്ടുന്നു? എവിടെ നിന്നാണ് ഇതിനുള്ള ഈ ഒരു ഫണ്ടിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ്? അപ്പം നമ്മൾ ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയണം. പക്ഷേ ഇതൊക്കെ മൂടി വെക്കപ്പെടും. ഇങ്ങനത്തെ വാർത്തകളൊന്നും ഒരിക്കലും പുറത്തു വരില്ല. കാരണം ഭരണം അവരെ കയ്യിലാണ്, പോലീസ് അവരെ കയ്യിലാണ്, നിയമം അവരെ കയ്യിലാണ്, മാധ്യമങ്ങൾ അവരെ കയ്യിലാണ്. ഇപ്പുറത്ത് പ്രതിപക്ഷത്ത് വല്ല ചീറ്റലോ പെട്ടലോ വന്നു കഴിഞ്ഞാൽ, ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അത് പർവ്വതീകരിച്ചിട്ട് മാധ്യമങ്ങൾ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് വലുതാക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പുറത്ത് വന്നാൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യില്ല. അപ്പോഴേക്കും അവർക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ വരും, ആ കാര്യം ചർച്ച ചെയ്യേണ്ട. മാധ്യമങ്ങൾക്ക് ആ നിർദ്ദേശം വരും, അതിനുള്ള ഫണ്ട് അവർക്ക് എത്തും. പണം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാം. ഭരണകക്ഷിക്ക് ഇപ്പം പണം ഉണ്ടാക്കാൻ പല മാർഗങ്ങളുണ്ട്. ഈ ഒരു DYFIന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ കാര്യം നിസ്സാരമായിട്ട് കാണരുത് ഒരിക്കലും. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് VT ബൽറാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. തൃശ്ശൂർ റൗണ്ടിൽ കപ്പലണ്ടി കച്ചവടം നടത്തിയിരുന്ന കണ്ണേട്ടനൊക്കെ ഇപ്പോൾ കോടാനുകോടി ആസ്തിയുണ്ട്. AC മൊയ്തീനൊക്കെ കോടികളുടെ ഡീലിങ്ങുകളാണ് നടത്തുന്നത്. DYFI തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് പേരെടുത്തു പറയുന്ന CPM നേതാക്കൾ, മുൻ മന്ത്രി AC മൊയ്തീൻ MLA, MK കണ്ണൻ ex-MLA, കൗൺസിലർ വർഗീസ് കണ്ടംകുളത്തി, അനൂപ് ഡേവിസ് എന്നിങ്ങനെ ഏതാണ്ട് എല്ലാവരും കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള വിവിധ സഹകരണ ബാങ്ക് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൻ്റെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരോപണ വിധേയരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ ഒരു കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ. 4-5 വർഷം മുൻപ് നടന്ന ഫോൺ സംഭാഷണമാണ് ഇതെന്ന് പറഞ്ഞൊഴിയുകയാണ് ഇപ്പോൾ DYFI നേതാവ്. ഈ DYFI നേതാവ് അങ്ങനെ പറഞ്ഞൊഴിയുന്നുണ്ട്. എന്നാൽ കരുവന്നൂർ അടക്കമുള്ള തൃശ്ശൂരിലെ സഹകരണ ബാങ്ക് കുംഭകോണങ്ങളും ഏതാണ്ട് അതേ കാലത്ത് തന്നെയാണ് നടന്നതെന്ന് ഓർക്കണം. കരുവന്നൂർ ബാങ്ക് കുംഭകോണത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ കേന്ദ്ര ഏജൻസി അതിൻ്റെ തുടർച്ചയായി CPM നിയന്ത്രണത്തിലുള്ള മറ്റ് 12ഓളം ബാങ്കുകളിലെ തട്ടിപ്പിനെക്കുറിച്ചും അന്വേഷണം തുടങ്ങിയിരുന്നു.
എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നെല്ലാം കേന്ദ്ര ഏജൻസിയായ ED പിൻവലിഞ്ഞതാണ് നാം കണ്ടത്. കരുവന്നൂർ ബാങ്ക് കേസിൽ മാത്രമാണ് ED കുറ്റപത്രം നൽകിയത്. CPM നേതാക്കളുടെ വ്യക്തിപരമായ ബാധ്യത ഒഴിവാക്കി കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത്. സുരേഷ് ഗോപിക്ക് തൃശൂർ എടുത്തു കൊടുക്കാനുള്ള CPM BJP പാക്കേജിന്റെ ഭാഗമായിരുന്നു പൂരം കലക്കലിനും വോട്ടർ പട്ടിക കൃത്രിമത്വത്തിനുമൊപ്പം ഈ അഴിമതി അന്വേഷണ അട്ടിമറിയും. CPMന്റെയും BJPയുടെയും ഉന്നത നേതാക്കളുടെ അറിവിലും ഒത്താശയിലുമാണ് ഇക്കാര്യങ്ങളെല്ലാം നടന്നത്. DYFI ജില്ലാ സെക്രട്ടറിയുടെ ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കരുവന്നൂർ ബാങ്ക് കുംഭകോണമടക്കമുള്ള വിവിധ ബാങ്ക് തട്ടിപ്പുകളും തൃശൂരിലെ CPM നേതാക്കളുടെ അനധികൃത സ്വത്ത് സമ്പാദനവും ഊർജിതവും സത്യസന്ധവുമായ പുനരന്വേഷണത്തിന് വിധേയമാക്കണം എന്നാണ് VT ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇനി ഇതേ വിഷയത്തിൽ തന്നെ മാത്യു കുഴൽനാടൻ MLA തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതും നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം തട്ടിപ്പുകളൊക്കെ മാധ്യമങ്ങളിലൂടെ അറിയുന്നതാണ്, അല്ലെങ്കിൽ ഇതേപോലെ ആരെങ്കിലും കണ്ടെത്തുന്നതോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ പറയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന ഓരോ അറിവുകളും അതിലെ സത്യവും അസത്യവും വേർതിരിച്ചെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിലെ ശരിയും തെറ്റും മനസ്സിലാക്കേണ്ടത് ഇത് കാണുന്ന ഓരോ പ്രേക്ഷകനുമാണ്. അതുകൊണ്ട് തന്നെ മാത്യു കുഴൽനാടൻ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മാത്യു കുഴൽനാടൻ MLA തൻ്റെ പോസ്റ്റിലൂടെ പറയുന്നത് ഇങ്ങനെയാണ്: 100% ശരിയാണ്. ശരത് പ്രസാദ് എന്ന DYFI നേതാവ് പറഞ്ഞ കാര്യം കാലങ്ങളായി CPMനുണ്ടായ മാറ്റമാണ്. നിർഭാഗ്യവശാൽ ഇന്ന് CPMനെ ഭരിക്കുന്നതും നയിക്കുന്നതും ഈ ശ്രേണിയിലുള്ള നേതാക്കന്മാരും നേതൃത്വവും ആണ് എന്നുള്ളത് കൊണ്ട് ശരത് പ്രസാദിൻ്റെ വാക്കുകൾ ഒറ്റപ്പെടുകയും അദ്ദേഹം വേട്ടയാടപ്പെടുകയും ചെയ്യും. മാത്യു കുഴൽനാടനും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, വേട്ടയാടിയിട്ടുണ്ട്. അദ്ദേഹം CPMൻ്റെ നേതാവൊന്നുമല്ല, പ്രതിപക്ഷത്തിരിക്കുന്ന ആളാണ്, MLA ആണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരിൽ ഇതേപോലെ ആരോപണങ്ങളല്ല, കൃത്യമായ തെളിവുകൾ തന്നെ കൊണ്ടുവന്നു. അപ്പോൾ മാത്യു കുഴൽനാടൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള വീടിൻ്റെ തറ വരെ അളക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ടുണ്ട്. അതിനുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതൊക്കെ നടന്നിട്ടുള്ളതാണ്. അതായത് ഒറ്റപ്പെടുത്തും, വേട്ടയാടും. ഈ ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന് ഇനി ശരത് പ്രസാദിനെ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ഒറ്റപ്പെടുത്തുന്നതും വേട്ടയാടുന്നതും നമുക്ക് കാണാം. ആരൊക്കെ ഇത്തരം അഴിമതിക്കും സാമ്പത്തിക കൂട്ടുകെട്ടുകൾക്കും എതിരെ വിരൽ ചൂണ്ടുന്നോ അവരെയെല്ലാം വേട്ടയാടുക എന്നതാണ് കാലങ്ങളായി CPM അനുവർത്തിച്ചു വരുന്ന നയം. ഞാൻ പുറത്തുനിന്ന് മനസ്സിലാക്കിയതിലും എത്രയോ മടങ്ങ് കൂടുതൽ അകത്തുനിന്ന് കൃത്യതയും വ്യക്തതയോടും കൂടി ഒരു DYFI നേതാവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞോ അറിയാതെയോ പുറത്തു വന്ന ഈ വാക്കുകൾ ഓരോ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. ഈ നേതാക്കന്മാർക്കും പ്രസ്ഥാനത്തിനും വേണ്ടിയാണ് നിങ്ങൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നതും തെരുവിൽ കലാപമുണ്ടാക്കുന്നതും. ആയുധങ്ങൾ എടുത്ത് പാർട്ടിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും എതിരാളികൾ എന്നവർ മുദ്ര കുത്തുന്നവരെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും വകവരുത്തുകയും ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ നാളുകളിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ശരത് പ്രസാദ് പറഞ്ഞ ഈ കാര്യം വലിയ ഒരു അളവ് വരെ സാധാരണ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് CPMനെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, ഇടതുപക്ഷ ഭരണത്തിനെതിരെ നിലനിൽക്കുന്ന വികാരത്തിൻ്റെ വലിയ ഒരു പങ്ക് സംഭാവന ചെയ്തത് ഇടതുപക്ഷ ചിന്താഗതി ഉള്ളവരോ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരോ നേതാക്കന്മാരോ ആയിരുന്നവർ തന്നെയാണ്. ഇനിയും ഒരുപാട് അഴിമതിയുടെ കഥകൾ പുറത്തു വരാനുണ്ട്. അത് വരുന്നതിനായി നമുക്ക് കാത്തിരിക്കാം. സത്യത്തിൻ്റെ മുഖം വികൃതമാണ്, പക്ഷെ അതിനെ ഒരുപാട് കാലം മറക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. സത്യത്തിൻ്റെ മുഖം വികൃതമാണ്, പക്ഷേ അതിനെ ഒരുപാട് കാലം മറക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് മാത്യു കുഴൽനാടൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. മാത്യു കുഴൽനാടൻ്റെ ഫേസ്ബുക്ക് പോസ്റ്ററിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്: നേതാക്കൾക്കെതിരെ ആരോപണം, DYFI നേതാവിൻ്റെ ശബ്ദരേഖ. അപ്പർ ക്ലാസിൻ്റെ ഇടയിൽ ഡീലിംഗ് നടത്തുന്നയാളാണ് AC മൊയ്തീൻ. കുരുക്കായി ശബ്ദരേഖ. നേതാക്കൾക്കെതിരെ ആരോപണം, DYFI നേതാവിൻ്റെ ശബ്ദരേഖ. ഒരു ലെവൽ കഴിഞ്ഞാൽ CPM നേതാക്കളുടെ സാമ്പത്തിക നില മാറും. ഇത് ഏഷ്യാനെറ്റിൻ്റെ വാർത്താ മാധ്യമത്തിൽ വന്നിട്ടുള്ള അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് മാത്യു കുഴൽനാടൻ തൻ്റെ പോസ്റ്റിനൊപ്പം വെച്ചിട്ടുള്ളത്. മാത്യു കുഴൽനാടൻ്റെ പോസ്റ്റിൽ വന്നിട്ടുള്ള ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് CPMൻ്റെ നേതാക്കൾക്കെതിരെ നമ്മൾ എന്തെങ്കിലും ഒരു ആരോപണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അത് തെളിവ് ഉൾപ്പെടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ
നമ്മളെ ഒറ്റപ്പെടുത്തും, ആക്രമിക്കും എന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നത്. അതേ അനുഭവം ശരത് പ്രസാദ് എന്ന ഡിവൈഎഫ്ഐൻ്റെ ജില്ലാ സെക്രട്ടറിക്കും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ശബ്ദരേഖ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശബ്ദരേഖ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: ശബ്ദ സംഭാഷണത്തിൽ പറയുന്ന പാർട്ടി നേതാക്കൾ ഗുരുതുല്യർ, ആധികാരികതയിൽ സംശയമുണ്ട്. പുറത്തു വന്ന ശബ്ദരേഖ തള്ളി ഡിവൈഎഫ്ഐ നേതാവ് ശരത് പ്രസാദ്. അപ്പം നോക്കണം, CPM-ൻ്റെ നേതാക്കൾ ഇയാളെ ഒറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്, ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഇയാൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞൊരു ശബ്ദരേഖയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ ഒരു ശബ്ദ സംഭാഷണത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ടെന്ന് പറയുന്നതിൽ ഒരു സത്യമുണ്ട്. നമുക്കറിയാം, CPM-ൻ്റെ ഒരു നിലപാടും നയമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരാൾ ഒരു ആരോപണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇതേപോലുള്ള CPM-ൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരാൾ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന അനുഭവം എന്ന് പറയുകയാണെങ്കിൽ അയാൾ ഒറ്റപ്പെടും, അയാൾ ആക്രമിക്കപ്പെടും, അയാളെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പാവം അദ്ദേഹം തൻ്റെ നിലപാട് മയപ്പെടുത്താണ്. ശബ്ദ സംഭാഷണത്തിൽ പറയുന്ന പാർട്ടി നേതാക്കൾ ഗുരുതുല്യരായിട്ട് അദ്ദേഹം പറയുന്നത് അവരിൽ നിന്ന് അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടാവും എന്നുള്ള ഭയം കൊണ്ട് തന്നെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ അലി ജാഫർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടത് അത് കണ്ടപ്പോൾ അത് ഇതിൽ അവതരിപ്പിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. ഫിറോസിനെ വെച്ചത് മൊയ്തീനാണല്ലോ കൊണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു സ്മൈലി, 2 സ്മൈലിയൊക്കെ ഇട്ടിട്ടുണ്ട്. മൊയ്തീന് ജോബ് കാർഡില്ല, വെയർ ഹൗസ് ഇല്ല, സാലറി കാണിച്ചില്ല, എന്തിന് വിദേശത്ത് പോലും അധികം പോവാറില്ല, ജീവിതത്തിൽ ഒരു ചെടി നനച്ച ജോലി ചെയ്ത പരിചയം പോലും ഇല്ല, പക്ഷെ കോടികൾ കയ്യിലുണ്ട്. വെളിപ്പെടുത്തിയത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയാണ്. അതെങ്ങനെ വന്നുവെന്ന് ആർക്കും അറിയേണ്ട. സ്വന്തമായി ഒരു ബിസിനസ് നടത്തി അതുകൊണ്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ വേട്ടയാടാൻ ശ്രമിച്ച സകല എംബോക്കികളൊക്കെ ചോദ്യവുമില്ല ഉത്തരവുമില്ലാതെ ഇനിയുള്ള മണിക്കൂറുകൾ മാളത്തിൽ ഒളിച്ചിരിക്കും. പ്രൊപ്പഗണ്ട ചാനലുകളിൽ ഇന്ന് ജിയോ പൊളിറ്റിക്സ് ആയിരിക്കും ചർച്ചകൾ. എന്നിട്ട് AC മൊയ്തീൻ്റെ ഒരു പിക്ചറും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതായത് PK ഫിറോസിനെതിരിൽ ഇന്നലെ KT ജലീൽ ആരോപണം ഉന്നയിച്ചത് അദ്ദേഹം ജോലി എടുക്കുന്നു, ജോബ് കാർഡ് ഉണ്ട്, അദ്ദേഹത്തിന് വലിയ വരുമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് KT ജലീൽ ആരോപണം ഉന്നയിച്ചത്. ഇതേ KT ജലീൽ നാളെ തൃശ്ശൂരിലേക്ക് പോയിട്ട് AC മൊയ്തീൻ്റെ ജോലി എന്താണെന്നുള്ളത് അന്വേഷിക്കുമോ? അദ്ദേഹത്തിന് എത്രമാത്രം കോടികളുടെ ആസ്തി ഉണ്ട് എന്നുള്ളത് അന്വേഷിക്കുമോ? അതുപോലെ തന്നെ കണ്ണൻ്റെ ജോലി എന്താണ്, കടല വിറ്റ് നടന്ന കണ്ണൻ എങ്ങനെ കോടീശ്വരനായി, കോടിപതിയായി എന്നുള്ളത് അന്വേഷിക്കുമോ? KT ജലീലിന് അങ്ങനെ അന്വേഷിക്കാനുള്ള തൻ്റെ ഇടമുണ്ടോ, ആർജവമുണ്ടോ? ഇനി അതിനും വേണ്ടിയിട്ട് അയാൾ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് എന്തെങ്കിലും പറയുമോ? ഇതൊക്കെ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കണം, അതിനെ പറ്റിയിട്ട് പഠിക്കണം, പ്രതികരിക്കണം, പ്രതിഷേധിക്കണം, അനുകൂലിക്കേണ്ടതിനെ അനുകൂലിക്കുകയും വേണം. സത്യത്തിനൊപ്പം നിൽക്കുക, തെറ്റുകൾക്കെതിരെ പോരാടുക. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.